സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് അലർട്ടുകൾ ഉള്ളത്? അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് മലയോര മേഖലയിലാണ് ഈ കനത്ത മഴ പെയ്യുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴ രേഖപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. ഈ മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ദേശീയപാതയുടെ ഓരങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വലിയ രീതിയിൽ മണ്ണിടിച്ചാണ് ഈ ഭാഗങ്ങളിലെല്ലാം നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത്. വീരമലക്കുന്നിലും മട്ടളായിക്കുന്നിലും വഴി യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. മാത്രവുമല്ല, ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവരും ഇത്തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു മാർഗം നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാന രീതിയിൽ മഴയുണ്ടായപ്പോൾ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു. മാത്രമല്ല, നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി രൂപപ്പെടുത്തിയ ഓവുചാലുകളിൽ വാഹനങ്ങൾ വീഴുന്നതും പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ കാലവർഷത്തിൽ ഈ പാതകൾക്ക് പകരം മറ്റൊരു പാതകൾ തിരഞ്ഞെടുക്കണമെന്നൊരാവശ്യമാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് മലയോരത്തും വലിയ രീതിയിൽ മഴ കനക്കുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തീരദേശ മേഖലയിലും ഇടനാടിലും മഴ കുറവുമാണ്. മഞ്ചേശ്വരത്തും കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തേജസ്വിനി പുഴയും കാര്യങ്കോട് പുഴയും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ളവർ ഒരു കാരണവശാലും തോടുകൾ മുറിച്ചു കടക്കരുന്ന കർശന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ കാസർഗോഡ് സ്വദേശിയായ വയോധികയുടെ വീട് തകർന്നിരുന്നു. കനത്ത കാറ്റിലാണ് ഇത്തരത്തിൽ വീട് തകർന്നത്. ഈ മഴയ്ക്കൊപ്പം വലിയ രീതിയിൽ കാറ്റ് വീശുന്നതും വലിയ രീതിയിലുള്ള ഭീഷണിയാവുന്നുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്നതും ഇലക്ട്രിക് പോസ്റ്റുകൾ വീഴുന്നതും മരങ്ങൾ കടപുഴകി ജനവാസ മേഖലയിലേക്കും വീടിന്റെ മുകളിലേക്കും വീഴുന്നത് വലിയ രീതിയിലുള്ള അപകട ഭീതി വിധിക്കുകയാണ്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കള്ളക്കടൽ പ്രതിഭാസം വിവിധയിടങ്ങളിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൃക്കണ്ണാടും അജാനൂരിലും സമാന രീതിയിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും തീരദേശ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ തീരദേശ പോലീസിനെ ഉടൻ തന്നെ ബന്ധപ്പെടണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായും ജോസഫ്, കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ജില്ലയിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മഴ തുടരുന്നുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ കോറികളുടെ പ്രവർത്തനത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നിലവിൽ ഒരു നിയന്ത്രണങ്ങളും ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. കോറികളുടെ പ്രവർത്തനം ഇന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, വിനോദസഞ്ചാര മേഖലയിലും പോകുന്നതിനും ഇത്തരത്തിൽ വിലക്കുകൾ ഏർപ്പെടുത്തില്ല. പക്ഷേ ഈ തീരദേശ മേഖലയിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ചില ജാഗ്രതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സുരക്ഷിതമായി ഇത്തരത്തിൽ പോകുന്നതിനും മറ്റും തടസ്സങ്ങളില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മലയോരത്തെ പ്രധാന ടൂറിസം മേഖലയായ റാണിപുരം ഹിൽ സ്റ്റേഷനിലും നിരവധി ആളുകൾ ഇന്ന് എത്തുന്നുണ്ട്. രാവിലെ മുതൽ നിരവധി ആളുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ അത് റെഡ് അലേർട്ട് ആവാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കനത്ത മഴ തന്നെയാണ് മലയോര മേഖലയിൽ പെയ്യുന്നത്. ഈ നഗരപ്രദേശങ്ങളിലെ അപേക്ഷിച്ച് മലയോര മേഖലകളിലാണ് ഇത്തരത്തിൽ കൂടുതൽ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ മഴ കനക്കുകയാണെങ്കിൽ ഇത് റെഡ് അലേർട്ട് ആകാനുള്ളൊരു സാധ്യതയാണ് കണക്കാക്കുന്നത്. കുടക് മേഖലയിലും വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേജസ്വിനി പുഴ കരകവിഞ്ഞ് ഒഴുകാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് ഈ പുഴയുടെ ഭാഗത്തുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കുടക് മേഖലയിലെ അലേർട്ടുകളെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ
മുന്നറിയിപ്പ് നൽകാറില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഈ കർണാടകയുടെ അതിർത്തി, കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ കുടക് വന പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ അത് പൂർണ്ണമായും ഒഴുകിയെത്തുന്നത് തേജസ്വിനി പുഴയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് പെയ്യുന്ന മഴ എങ്ങനെയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പൊടുന്നനെ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമാണ് തേജസ്വിനി പുഴയിലുള്ളത്. അതുകൊണ്ട് തന്നെ തേജസ്വിനി പുഴയുടെ കരഭാഗത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നീലേശ്വരം ഭാഗത്തെ താഴ്ന്ന ഇടങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അരവി പാലം, അതായത് കാഞ്ഞങ്ങാട് അരവി പാലത്തിലും സമാന രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഗതാഗത നിയന്ത്രണങ്ങളൊന്നും ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല. ആതിര. ശരി, ജോസഫ് കൊച്ചിയിൽ നിന്നും ഇപ്പോൾ വിനയ രാജി ചെയ്യുന്നുണ്ട്. വിനയ, ജില്ലയിൽ എങ്ങനെയാണ് മഴ തുടരുന്നുണ്ടോ? അതുപോലെ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ജില്ലയിൽ ഏത് മുന്നറിയിപ്പാണുള്ളത്? കൂടുതൽ വിശദാംശങ്ങൾ. അതിന് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശക്തമായ ഒരു മഴ പെയ്താൽ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. പല ഭാഗങ്ങളിലും ഇതോടൊപ്പം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്യുന്നത്. പ്രധാനമായും ഈ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്, കണ്ണൂരും കാസർഗോഡും. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലടക്കം യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണ് ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമായും നിരവധിയായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടക്കം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവരോടക്കം തന്നെ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ സാധ്യതയടക്കം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ പുഴയോരങ്ങളിലും നദീതീരങ്ങളിലും മറ്റും താമസിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഇവരോടടക്കം തന്നെ ജാഗ്രത പാലിക്കാനും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കടക്കം സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവരോട് ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ മാത്രമല്ല, അതിനു പുറമെ കാറ്റിനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ പ്രധാനമായും ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ നിലയിൽ നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ നിർത്താതെ 1 മണിക്കൂറോളം മഴ പെയ്താൽ തന്നെ പല ഭാഗങ്ങളും വെള്ളത്തിലാകുന്ന സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലടക്കം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തന്നെ ഇതുവരെയും യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പല സ്ഥലങ്ങളിലും വെള്ളം കൂടുന്നൊരു സാഹചര്യമുണ്ട്. പല പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് അടക്കം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. എന്നാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ നിലവിൽ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിട്ടില്ല. കൂടാതെ തന്നെ ന്യൂനമർദ്ദത്തിന്റെ ശക്തി വർദ്ധിക്കുന്നത് ലഭിക്കുന്ന മഴ അതേ അളവിൽ തുടരാൻ ഇടയാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആതിര. ശരി വിനയ, സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 2 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.